സംഭവത്തിൽ മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഇത് കേസായല്ലോ മോനെ. കേസ് എടുത്തിട്ട് എന്താ കാര്യം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയട്ടെ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നടന്നിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കോടതി വിധി അത് പുരുഷന് നിരപരാധിയാണെന്ന് തെളിഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ശരിയാ. പക്ഷെ അതിൻ്റെ ശേഷം ഈ പെണ്ണ് ഫ്രീ ആണ്. ശിക്ഷകൾ അനുഭവിച്ചാൽ അത് അനുഭവിക്കുക. പുരുഷന് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ശരിക്ക് അത് പെണ്ണിനെ ശിക്ഷിക്കണം, എന്നാലല്ല അതിൽ കാര്യമുള്ളൂ. ശരിക്കും നമ്മൾ കേരളത്തിൽ നടന്നു കൊടുക്കുന്ന സംഭവമാണല്ലോ. അതെ, ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശേഷം ഒരുപാട് മുന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിലെങ്ങനെ കേസ് വന്നു വെച്ചാൽ, ഒരു പെണ്ണ് ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ്. എന്നിട്ട് പെടുത്തി കഴിഞ്ഞതിൻ്റെ ശേഷം അത് കേസായി കഴിഞ്ഞതിൻ്റെ ശേഷം കോടതിയിൽ എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇവൻ്റെ ഒരുപാട് ജോലി, ഓന് കുടുംബത്തിൽ ആകെ ഒറ്റപ്പെട്ടു, ആ ഒരു സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടത് ഏകദേശം കേസ് കഴിഞ്ഞ് 10 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഈ പുരുഷൻ നിരപരാധിയാണ് എന്ന് തെളിയിച്ചു. ആ തെളിഞ്ഞ ശേഷം എന്താണ് ഓൻ്റെ ജോലി, ഓനക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഇമേജ്, ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയൂല. പുരുഷന്മാർക്കെതിരെ അതിക്രമങ്ങൾ വരുമ്പോൾ അതിൽ സ്ത്രീ ശരിക്ക് കുറ്റവാളി ആണ് എന്നുണ്ടെങ്കിൽ സ്ത്രീനെ തന്നെ ശിക്ഷിക്കപ്പെടണം. പുരുഷന് കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ പുരുഷന്. ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് എന്താ പറയല്, പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തില് വിധി പുരുഷന്മാർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീനെ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ ഡ്രാമ കളിക്കുന്നതൊക്കെ ഒന്ന് അവസാനിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാല് ഒരു ഉഡായിപ്പായിട്ട് മാറിയാണ്. എല്ലാവർക്കും ഒരു ഇൻസ്റ്റാഗ്രാമോ ഒരു ഇതുണ്ടെങ്കിൽ ഫേസ്ബുക്കോ തോന്നല് മൈൻഡായിട്ട് മാറി. ഈ ടൗണിൽ ഇറങ്ങുമ്പോ എന്റെ വീഡിയോ അല്ല ഇത് ചോദിക്കുമ്പോ നമ്മളാണെങ്കിലും അപമാനപ്പെട്ട് പോകും. അതുകൊണ്ട് റീച്ചിനും വേണ്ടി മറ്റുള്ളവന്റെ ദേഹത്ത് റീത്ത് വെക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടെ.